We're joined by Congress MP Shafi Parmal. He was also the MLA of this constituency since the last 14 years? Yes. Was, yes. Shafi, you've cast your vote. What are the expectations that you're, on 23rd, what is going to be the... No, we are winning this election comfortably. The state political situation, the situation at the center, the anti-people policies of the government, that will be questioned by the people of Palakkad for sure. Actually, whole Kerala is waiting for the result of Palakkad because every one of them, from Kasaragod to Trivandrum, would like to cast a vote now. That much is the anti-incumbency among the people. But only Palakkad could do because of Chelakkara and Wayanad could do because of the by-election. So we will be casting our votes not just for Palakkad, for the whole state and country, and our result will be in favor of us. We are winning this comfortably. Personally, it's a very important election for you as well as the Congress because last two times the BJP finished second in this constituency and then you left this constituency and contested in Vadagara. Does that pressure add on to the election like in the last 30 days? No, actually that was a calculated risk. We know the constituency, we know the terrain, and we know the mindset of the people and how, what are the reasons which may affect the voting pattern. So considering all those situations, last election was such a crucial thing for the country, for the constitution and the Congress party. So every single seat was important. That is why party sent me to contest from the Vadagara Lok Sabha constituency. I will repeat, that was a calculated risk. And when we calculate the risk, we could feel that we could win this again with a better majority than last time. Because last time, things were not in favor of us. Things were not in favor of us. The political situation in the state, CPM came back to power for the second time in a row. That never happened in Kerala in recent past. Second thing, in Palakkad also, we could win only one seat. Congress could win only just one. ട്രോളുകളും പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു അസസ്മെന്റ് ആയി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം ഒന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ട് എ റഹീം ഒരു വിദ്യാർത്ഥിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം എ റഹീം മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്റെ ഭാഷാ പരിമിതികള്, തന്റെ ഇംഗ്ലീഷ് തനിക്ക് സംസാരിക്കാൻ കഴിയാത്തത്, ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് AKG സെന്ററിൽ നോക്കുമ്പോൾ ഒരുത്തനെയും കാണുന്നില്ല. അപ്പോ എ റഹീം തീരുമാനിച്ചു, എന്താണെങ്കിലും ഡൽഹിയില് ഷാഫി പറമ്പിലും ഡൽഹിയിലുണ്ട്, എ റഹീമും ഡൽഹിയിലുണ്ട്. ആ ഡൽഹിയിൽ വെച്ചുകൊണ്ട് പഠനമാവാം. പഠിപ്പിക്കുന്നത്, ട്യൂഷൻ എടുക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഫീസ് തരാം, ഫീസ് എത്രയാണെങ്കിലും പറയുന്ന ഫീസ് തരാൻ താൻ തയ്യാറാണ് എന്നാണ് എ റഹീം ഇപ്പോ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരിക്കുന്നത്. ഫീസ് എത്ര വേണമെങ്കിലും തരാം, ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എൻ്റെ ഗുരുവായിട്ട് ഞാൻ രാഷ്ട്രീയങ്ങളൊക്കെ മറന്നുകൊണ്ട് ഗുരുവായിട്ട് കാണുന്നത് ഷാഫിയെയാണ്. AKG സെന്ററിൽ നോക്കിയിട്ട് പൊടിയിട്ട് നോക്കിയിട്ട് പോലും അങ്ങനെ ഒരുത്തനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോ എ റഹീം ഷാഫിയോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരമായ പരിഹാസങ്ങള്, ട്രോളുകള്, വിമർശനങ്ങള് ഒക്കെ എ റഹീം കേട്ടു. കാരണം എ റഹീം ഭാഷാപരിമിതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ഇറങ്ങിയപ്പോ ആളുകൾ ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് PG ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾ LLB കാരനാണെന്ന് പറയുന്നു, ജേർണലിസത്തിൽ ഡിപ്ലോമ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അപ്പൊ ഇത്തരത്തിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് രാജ്യസഭയിലേക്ക്, നിയമസഭകളിലേക്കും പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റു തുന്നം മാറി 8 നിലയിൽ പൊട്ടിയ എ റഹീമിനെ രാജ്യസഭയിലേക്ക് തിരികെ കയറ്റിയിട്ട് ആ രാജ്യസഭയിൽ ചെന്ന് നിന്നിട്ട് രണ്ട് വാക്ക് എന്തെങ്കിലും കാര്യത്തിൽ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്റെ ശബ്ദമുയർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ചെന്നും ഈ ബബ്ബ എന്ന് പറയുന്ന ഏർപ്പാടാണെങ്കിൽ പിന്നെ എന്തിനാണ് രാജ്യസഭയിലേക്ക് ഇയാളെ പറഞ്ഞു വിട്ടത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് ഉയർന്ന ഘട്ടത്തിലാണ് എ റഹീം ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ട്യൂഷന് പോവുക, സ്പോക്കൺ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയണം, ആക്സൻസ് ഒക്കെ വളരെ കൃത്യമാവണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഇപ്പൊ ട്യൂഷന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എ റഹീം. ട്യൂഷൻ എടുക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എ റഹീമിന്റെ പ്രധാന ശത്രുവായിട്ടുള്ള ഷാഫി പറമ്പിലാണ് ട്യൂഷൻ എടുക്കുന്നത്. എ റഹീമിന് വേറെ വഴികളില്ല. കാരണം AKG സെന്ററിലും ഈ പറയുന്ന സ്തുതിപാഠക സംഘത്തിലും ഒക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് മരുന്നിന് പോലും ഒരുത്തനില്ല.
ഒന്ന് മര്യാദക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്നത്? ഉള്ളതൊക്കെ ഈ തരത്തിൽ ബബ്ബബ്ബ 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 എന്ന് പറയുന്ന കുറെ എണ്ണം ആണ് ഉള്ളത്. അപ്പോ റഹീം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഷാഫിയുടെ ഇത്തരത്തിലുള്ള ബൈറ്റുകള് ക്ലിപ്പുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ക്ലിപ്പുകളുടെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അപ്പൊ അതില് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പറയാണ്, കഴിഞ്ഞ 14 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് MLA ആണ്, ജനപ്രതിനിധിയാണ് എന്ന് പറയുമ്പോ ഈസ് എന്ന് പറയുമ്പോ ഷാഫി കറക്റ്റ് അങ്ങനെയല്ല, ഈസ് അല്ല, വാസ് ആയിരുന്നു. ഇപ്പൊ ഞാനല്ല, കാരണം ഇപ്പൊ നിലവിൽ അത് സംസാരിക്കുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഷാഫി അവിടെ MLA അല്ല, കാരണം MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞു. ആ രാജിവെച്ച ഒഴിവിലേക്കാണ് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്നതും രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചതും വിജയിച്ചതും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തതും. അപ്പൊ ഈസ് അല്ല, വാസ് ആയിരുന്നു എന്ന് വളരെ കൃത്യമായി അതിന്റെ ഗ്രാമർ മിസ്റ്റേക്കുകൾ പോലും തിരുത്തി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പില്. പലപ്പോഴും സഖാക്കള് ഷാഫിയെ ഒരു എനിമി, ഒരു ശത്രുവായിട്ട് കണ്ടത് അയാൾ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അയാളുടെ ക്യാപ്പബിലിറ്റി, അയാളുടെ കഴിവുകള്, അയാളുടെ എന്താ പറയേണ്ടത് ക്വാളിഫിക്കേഷൻസ്, അയാളുടെ സ്കില്ല്. ക്വാളിഫിക്കേഷൻ മാത്രമല്ല, ക്വാളിഫിക്കേഷൻ ഇപ്പോ മുമ്പിലും ചേർക്കാൻ ആർക്കാ ക്വാളിഫിക്കേഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ റഹീമിനായിരിക്കും. മനസ്സിലായില്ലേ? ഷാഫിക്ക് അങ്ങനെ മുമ്പിലും ചേർക്കാൻ പറ്റിയ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഇല്ലെന്നുള്ളതായിരിക്കും അർത്ഥം. പക്ഷേ അയാൾക്ക് എബിലിറ്റി ഉണ്ട്, ക്യാപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്, സ്കില്ലുണ്ട്, നൈപുണ്യമുണ്ട്, ഇതൊക്കെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയാണെന്നേ. കാരണം എസ്പെഷ്യലി ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ, അത് ലോക്സഭയിലാവട്ടെ, ഇനിയിപ്പോ തിരികെ കയറ്റി രാജ്യസഭയിൽ എത്തിയതാവട്ടെ, അവിടെ ചെന്നിട്ട് 2 വാക്ക് മിണ്ടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദ്യം സ്വാഭാവികമായിട്ടും അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട ആളുകളോടാണ്. നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഡ്ഢികളെ പറഞ്ഞു വിടുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇപ്പോ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ള വ്യക്തികള് വളരെ ഫ്ലുവന്റായി, സ്ഫുടമായി പറഞ്ഞ് താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവരുടെ വാക്കാവാൻ, അവരുടെ ശബ്ദമാകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് റഹീം പരാജയപ്പെടുന്നത്, സഖാക്കൾ പരാജയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പരിഹാസങ്ങളും വിമർശനങ്ങളും കളിയാക്കലുകളും ട്രോളുകളും ഒക്കെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാനാണ് റഹീമിന്റെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. അപ്പൊ റഹീം ഒന്ന് മാറി ചിന്തിക്കുക, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം. ഇപ്പൊ എന്താ വഴി? കാരണം ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പോയിരുന്ന് പഠിക്കുക പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. ഇപ്പൊ ചുളിവില് കാര്യം നടക്കും വേണം. എന്താ വഴി? വഴി ഒന്നേ ഉള്ളൂ. ഡൽഹിയിലാണെങ്കിൽ ഷാഫി ഡൽഹിയിലുണ്ട്, റഹീമും ഡൽഹിയിലുണ്ട്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചർച്ചകളും പഠനങ്ങളും നടത്താം. ഗ്രാമറും ഈ പറയുന്ന വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി പഠിച്ചെടുത്ത് അത് പ്രയോഗിക്കാനാണ് അപ്പൊ അങ്ങനെയാണ് റഹീമിന്റെ തീരുമാനം. റഹീമിന്റെ തീരുമാനം എന്ന് പറയാൻ, പിന്നെ റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണല്ലോ. കാരണം ഈ ട്രോളുകളൊക്കെ കാണുമ്പോൾ ഏതൊരു ട്രോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും റഹീമിനെ കമ്പയർ ചെയ്യുന്നത് ഷാഫി പറമ്പിലുമായിട്ടാണ്. അത് ഈ സംസാരത്തിലെ കാര്യത്തിൽ മാത്രമോ, അല്ലെങ്കിൽ ഷാഫിയുടെ ഏഴായാലത്തെത്താൻ പോലും ഇല്ല. എന്നാലും റഹീമിന്റെ ഇംഗ്ലീഷും ഷാഫിയുടെ ഇംഗ്ലീഷും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റഹീമിനും തോന്നി എന്താ നല്ലത്. ഇപ്പൊ ജനം പറയുന്നത് ഷാഫിയുടെ സംസാരം, ഷാഫിയുടെ കഴിവ്, അയാൾ വളരെ കാപ്പബിൾ ആണ്, വളരെ എബിലിറ്റി ഉള്ള വ്യക്തിയാണ്, സ്കില്ലുള്ള വ്യക്തിയാണെന്നൊക്കെയാണല്ലോ. അപ്പോൾ അയാൾക്ക് തന്നെ പഠിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ തീരുമാനിച്ചതിന്റെ പുറത്താണ് ഇപ്പോ ഷാഫിയോട് ട്യൂഷൻ എടുത്തു തരുമോ, ഫീസ് എത്രയാണെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞ് ഷാഫിയെ സമീപിച്ചിരിക്കുന്നത് റഹീം. റഹീം ഇപ്പൊ അതിലൊരു നാണം തോന്നേണ്ട കാര്യമില്ലാന്ന് കരുതുന്നത്. കാരണം അയാളുടെ ആ ഒരു ഉദ്ദേശശുദ്ധിയെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്, അല്ലെ? കാരണം എതിർപകർത്തിയിൽ നിൽക്കുന്നതാണ്, നിരന്തരമായി വിമർശിക്കുന്ന വ്യക്തിയാണ്. എന്നാലും തനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അതിന് ബെറ്റർ ഷാഫി തന്നെയാണ് എന്ന് റഹീം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അയാളെ
അഭിനന്ദിക്കണം. അത് അഭിനന്ദിക്കാതിരുന്നുകൂടാ. കാരണം അവിടെ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളി ആയതുകൊണ്ടുള്ള വൈര്യമോ അങ്ങനെ ഒന്നും കാണാതെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരു സദുദ്ദേശത്തോടു കൂടി റഹീം ഷാഫിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും റഹീം പഠിച്ച് വന്നിട്ട് നമുക്ക് ഷാഫിയെ വെല്ലുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം റഹീമെ. ഓക്കെ, അത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. അല്ലാതെ LLB കിട്ടിയ പോലെയോ അല്ലെങ്കിൽ മറ്റേ ജേർണലിസത്തിൽ PG എടുത്ത പോലെയോ ഒന്നും ആവരുത് ഇത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഷാഫിയെ വെല്ലുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയണം, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പോലും കണ്ടതല്ലേ ഷാഫിയെ ഈ പറയുന്ന ഇൻഡിഗോ വിമാനത്തിന്റെ വിഷയങ്ങളും ഈ ടിക്കറ്റ് നിരക്കിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഷാഫി പാർലമെന്റിൽ വലിയ പ്രസംഗം നടത്തുമ്പോൾ അതില് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ടിരുന്ന് കൈയടിച്ച് അവസാനം സ്പീക്കർ തന്നെ പറയാണ്, ഷാഫി പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർലമെന്റിൽ എത്തുന്നത്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്റെ വടകര എന്ന് അയാളുടെ സംസാരത്തിൽ ഒരു 100 തവണയെങ്കിലും ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ സ്പീക്കർ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി, നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് സ്പീക്കർ അവിടെ ഡയസിൽ ഇരുന്നുകൊണ്ട് പറയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാന് തെരഞ്ഞെടുത്ത് പറഞ്ഞു വിട്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങള് കൊള്ളാം, അവനെ ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനാണ് അല്ലെങ്കിൽ അതിന് കഴിവുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറണമെന്ന് റഹീം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോ റഹീമിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ എവിടെയാ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സഖാക്കളൊക്കെ 916 SFI പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. ഈ SFIക്കാരന് ഇവരുടെ വലിയ സ്വാധീനം ഇവരിൽ ഉണ്ടായതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. കാരണം ആ സ്വാധീനമുള്ളത് കൊണ്ട് പഠിക്കാൻ പോയ സമയത്ത് പഠിക്കാൻ പറ്റിയില്ല. അന്ന് വേറെ പല ഏർപ്പാടുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്നടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഈ 916 SFI പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇവരുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആർഷോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഈ ആർഷോ പരീക്ഷ എഴുതാതെ ഫുൾ മാർക്ക് വാങ്ങി ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അത് ഈ SFI പ്രൊഡക്റ്റ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. സംഭവം സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷെ ഈ വായലൂടെ ഇങ്ങനെ 4 അക്ഷരം പറയാൻ അത് ഇമ്പോസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതിന് കഴിവുണ്ടാവില്ല. അതിന് എന്താ പറയേണ്ടത്, അതിനുള്ള സ്കില്ലോ ഒരു ഫ്ലുവൻസിയോ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു ലാംഗ്വേജോ ഗ്രാമറോ ഇതൊന്നും കിട്ടില്ല. സർട്ടിഫിക്കറ്റ് കിട്ടും. അതാണ് 916 പ്രൊഡക്റ്റ് എന്ന് SFI പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം. സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ആ സർട്ടിഫിക്കറ്റിന്റെ മൂല്യമോ വാല്യൂവോ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ SFIക്കാരന്റെ സഖാക്കളെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും റഹീമിനെ നമ്മൾ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയാണ്. അതും ഷാഫിയെ ട്യൂഷൻ മാഷായിക്കൊണ്ട് ടീച്ചറായിക്കൊണ്ട് തെരഞ്ഞെടുക്കാൻ റഹീം കാണിച്ച ആ ഒരു ചങ്കുറപ്പിനെയും അഭിനന്ദിക്കാനും ഞാൻ മറക്കുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകള് നിങ്ങൾ ആരും പരിഹാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ഞാനിത് ആത്മാർത്ഥമായിട്ട് റഹീമിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അതിനാരും വളച്ചൊടിക്കുകയോ വക്രീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.